ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽഡാമസ് ആണ്. അപ്പൊ എല്ലാവരും ഓണം എക്സാമിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലെ. നമുക്കറിയാം ഓണം എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ എക്കണോമിക്സിലെ +1 എക്കണോമിക്സിലെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എപ്പോഴും എക്സാമിന് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ എക്സ്ക്ലൂസീവിനെ ഇൻക്ലൂസീവ് ആക്കി മാറ്റുക എന്നുള്ളത്. നമുക്കറിയാം, നമുക്ക് 2 ടൈപ്പ് ക്ലാസ്സുകളാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലുള്ളത്: എക്സ്ക്ലൂസീവ് ക്ലാസ്സുകളും ഇൻക്ലൂസീവ് ക്ലാസ്സുകളും. ഇതിൽ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് തന്നെയായിരിക്കും അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റും. അവിടെ കണ്ടിന്യൂറ്റി ഉണ്ടാകും. അതുപോലെ തന്നെ അപ്പർ ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ആ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല, അവിടെ എക്സ്ക്ലൂഡഡ് ആണ്. പകരം അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആ നമ്പർ തന്നെ ആയിരിക്കുമല്ലോ, അവിടെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ഇതാണ് എക്സ്ക്ലൂസീവ് ക്ലാസ് അല്ലെ. ഇനി ഇൻക്ലൂസീവ് ആണെങ്കിലോ, നമുക്കറിയാം ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റും അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളത്. അവിടെ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. അപ്പർ ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ അത് ആ ക്ലാസ്സിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതാണ് ഇൻക്ലൂസീവ് ക്ലാസ്സുകൾ. പക്ഷെ നമുക്കറിയാം, നമുക്ക് വേണ്ടത് എക്സ്ക്ലൂസീവ് ക്ലാസ്സുകളാണ്. അതുകൊണ്ട് ഇൻക്ലൂസീവ് തന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റേണ്ടതുണ്ട്, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ കൺവേർഷൻ പല മക്കൾക്കും കൺഫ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പൊ മിസ് എന്ന് വന്നിട്ടുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇൻക്ലൂസീവ് ക്ലാസ്സുകളെ എങ്ങനെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റാം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇത് സോൾവ് ചെയ്യുന്നതിലൂടെ അത് പഠിക്കാം. അപ്പൊ ഇവിടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറയുന്നുണ്ട് നമ്മളോട്. കൺവേർട്ട് ചെയ്ത് അതിനെ നമ്മൾ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റണം എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പൊ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് ഇൻക്ലൂസീവ് ആണെന്നുള്ളത്. കാരണം ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റും അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇത് എക്സ്ക്ലൂസീവ് അല്ല, ഇൻക്ലൂസീവ് ആണ്. അപ്പൊ നമുക്കിത് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയർ തന്നെയാണ്. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു ക്ലാസിന്റെ ലോവർ ലിമിറ്റും, അതായത് 2ാമത്തെ ക്ലാസിന്റെ ലോവർ ലിമിറ്റും ആദ്യത്തെ ക്ലാസിന്റെ അപ്പർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. 8 - 7 നമുക്കറിയാം 1 ആ ഡിഫറൻസ് എന്നുള്ളത്. ഇനി ഈ കിട്ടിയ ഡിഫറൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോ 1/2 നമുക്ക് 0.5 ആണെന്നും കിട്ടും. അപ്പൊ നമുക്ക് ഡിഫറൻസ് കിട്ടിയല്ലോ. ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് അല്ലെങ്കിൽ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ കിട്ടിയ ഡിഫറൻസിനെ നമ്മൾ എല്ലാ ക്ലാസിന്റെയും ലോവർ ലിമിറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ ക്ലാസിന്റെയും അപ്പർ ലിമിറ്റിനോട് കൂടി ആഡ് ചെയ്യുകയും വേണം. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് ആയി മാറുന്ന പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ആദ്യത്തേത് 0 ആണ്. 0നെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, 0നെ 0 ആയിട്ട് തന്നെ അവിടെ വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇനി 8ൽ നിന്ന് 0.5 മൈനസ് ചെയ്താൽ 7.5 കിട്ടും. ഇനി അടുത്തത് 15ൽ നിന്ന് മൈനസ് ചെയ്താൽ 14.5 കിട്ടും. ഇങ്ങനെ ഓരോരോ ഇതിൽ നിന്നായി നമ്മൾ ഓരോരോ വാല്യൂസ് നിന്നായിട്ട് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം. 22ൽ നിന്ന് മൈനസ് ചെയ്താൽ 21.5 കിട്ടും. 29ൽ നിന്ന് മൈനസ് ചെയ്താൽ 28.5 കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ ലോവർ ലിമിറ്റിൽ നിന്നൊക്കെ ആ ഒരു വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിമിറ്റിനോട് കൂടി ആഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അടുത്ത ആവശ്യം. അപ്പോ 7നോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.5 കിട്ടും. 14നോട് ആഡ് ചെയ്താൽ 14.5 കിട്ടും. 21നോട് ആഡ് ചെയ്താൽ 21.5 കിട്ടും. 28നോട് ആഡ് ചെയ്താൽ 28.5 കിട്ടും. അടുത്തത് 35നോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 35.5 കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ അപ്പർ ലിമിറ്റിനോട് കൂടി ആഡും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കാം ഇത് എക്സ്ക്ലൂസീവായി മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഉറപ്പായിട്ടും ഇത് എക്സ്ക്ലൂസീവായി മാറിയിട്ടുണ്ട്. കാരണം ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് തന്നെയാണ് അടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റും. ആ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇൻക്ലൂസീവ് ക്ലാസ്സിനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, എക്സ്ക്ലൂസീവ് ആക്കി മാറ്റിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. വളരെ പ്രധാനമായിട്ടും വളരെ നിർബന്ധമായിട്ടും നിങ്ങളുടെ എക്സാമിന് ഉറപ്പായിട്ടും വരാൻ പോകുന്ന ഒരു ചോദ്യം തന്നെ ആയിരിക്കും. 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓണം എക്സാമിന് ഓൾ ദി ബെസ്റ്റ്.